മദ്യനയത്തിലെ ഇളവിന് സർക്കാരിന് കോഴ നൽകിയെന്ന ആരോപണം നിഷേധിച്ച് ബാർ ഉടമ അനിമോൻ കെട്ടിടം വാങ്ങാനുള്ള ഫണ്ട് പിരിക്കാൻ അസോസിയേഷൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. അതേസമയം കെട്ടിടം വാങ്ങാൻ അംഗങ്ങളിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം നേരത്തെ വാങ്ങിയിരുന്നു. വീണ്ടും പണം ആവശ്യപ്പെട്ട് അനിമോൻ വാട്സാപ്പ് സന്ദേശമയച്ചതിൽ ദുരൂഹത തുടരുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചതിന്റെ ദേഷ്യത്തിൽ ശബ്ദ സന്ദേശം അയച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് അനിമോൻ നൽകിയ മൊഴി. സർക്കാരിന് കോഴ നൽകിയിട്ടില്ലെന്നും കെട്ടിട ഫണ്ട് പിരിക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അനിമോൻ പറഞ്ഞു. അതേസമയം കെട്ടിട നിർമ്മാണ ഫണ്ടുമായി അസോസിയേഷൻ തന്നെ ഇറക്കിയ പോസ്റ്ററാണിത്. ഇതിൽ പറയുന്നത് കെട്ടിട നിർമ്മാണ പിരിവ് 1 ലക്ഷം രൂപയെന്നാണ്. തലസ്ഥാനത്തെ ആസ്ഥാന മന്ദിരത്തിനായുള്ള പിരിവ് നേരത്തെ തന്നെ ബാർ ഉടമ അസോസിയേഷൻ ആരംഭിച്ചിരുന്നു. മദ്യനയത്തിന്റെ കാര്യത്തിൽ ടൂറിസം വകുപ്പ് അമിതമായി ഇടപെടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. എന്നിട്ട് പറയുന്നത് അതിൽ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. ബാർക്കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് അറിവുണ്ടെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി അറിയാതെയാണ് ബാർക്കോഴ നടന്നത് എന്ന് വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല. ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും ബാർ ഉടമകളുമായി യോഗം നടത്താനെടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചിഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ്. ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. വിഷയത്തിൽ തനിക്കൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ഗവർണർ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.